ചാനൽ ഏതാ നിങ്ങള്? ഏതാ ചാനല്? ഇറങ്ങി നിൽക്കുന്നു ചെവല കൂതറ. ബെസ്റ്റ്. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. വയറ് നിറഞ്ഞ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം സുരേഷ് ഗോപി എൻ്റെ ശത്രു ഒന്നുമല്ല. വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. എന്താ ഇവിടെ പ്രശ്നം? മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ? വഖഫ് പാസാക്കിയതിനു ശേഷം BJP പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുനമ്പത്ത് വലിയ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ. അപ്പൊ അവരുടെ വിഷമം എന്താ? ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു. അത് കണ്ട അങ്കലാപ്പാണ്. 50 പേരോളം BJPയിൽ ചേർന്നിരിക്കുന്നു. മുനമ്പത്ത് നിന്ന് രാജു ചന്ദ്രശേഖർ അവരെ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞൊരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത്? ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളെയും പെങ്ങളും വരാഞ്ഞത്? എന്താ വരാഞ്ഞ? അല്ല, അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ? എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല. ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? ഇറങ്ങി നിൽക്കുന്നു ചെവല കൂതറ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? ഏതാ ചാനല്? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്.